ഞാനിപ്പോൾ നിൽക്കുന്ന പാലക്കാട് പട്ടാമ്പി ഓങ്ങല്ലൂരിലുള്ള ഒരു ടൈലറുടെ കടയിൽ നിന്നാണ്. ഈ ടൈലർക്കും ഈ ചെറുകടയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പല പ്രമുഖരും അവരുടെ ഇഷ്ടവസ്ത്രങ്ങൾ മുഴുവനും തയ്പ്പിക്കുന്നത് ഈ ചെറിയ കടയിൽ നിന്നാണ്. പട്ടാമ്പി ഓങ്ങല്ലൂരുകാരുടെ പ്രിയപ്പെട്ട മുത്തു എന്ന അഷ്റഫിന്റെ ലിബർട്ടിയിൽ നിന്ന്. ഇതാണ് നമ്മൾ പറഞ്ഞ ഓങ്ങല്ലൂരിലെ മുത്തുവിൻ്റെ ലിബർട്ടി എന്ന് പറയുന്ന കട. ഈ കട കാണാൻ ചെറിയൊരു കടയാണ്, പക്ഷേ ഈ കടയിലേക്ക് എത്തുന്ന രാഷ്ട്രീയക്കാരുടെ അതിഥികളുടെ എല്ലാം ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ അതിശയപ്പെട്ടു പോകും. അവരെല്ലാം അവരുടെ ഈ വസ്ത്രങ്ങൾ തയ്പ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നത് മുത്തുവിൻ്റെ അടുത്തേക്കാണ്. മുത്തു പെരുന്നാളിൻ്റെ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ? പെരുന്നാളിൻ്റെ തിരക്കിലാണ്, 2 ദിവസം കഴിഞ്ഞ പെരുന്നാളല്ല, അതിൻ്റെ ഒരു തിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ രാഷ്ട്രീയക്കാർ മൊത്തം ഈ ഓങ്ങല്ലൂരിലേക്ക് മുത്തുവിനെ തേടി വരാൻ കാരണം? നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ എല്ലാവരും നമ്മുടെ അടുത്ത് എത്തിപ്പെട്ടത്. അത് UDF-ൻ്റെ നമ്മുടെ ഷാഫിക്കയുടെ ഒരു ഇതിലാണ് നമ്മൾ ഇങ്ങനെ അറിയപ്പെട്ടത്. കാരണം പുള്ളിക്കാരൻ്റെ ഷാഫി പറമ്പിലാണ് ആദ്യം ഷർട്ട് തയ്ച്ചു കൊടുക്കുന്നത്. രാഷ്ട്രീയക്കാർ നേരത്തെ ചെയ്ത് കൊടുക്കുന്ന മൂപ്പരാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ കുറേ കാലമായിട്ട് തന്നെ യൂത്തിലുള്ള സമയത്ത് തന്നെ പുള്ളിക്കാരൻ നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ഒരു ഫിറ്റിങ്ങിലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട്. UDF-ലാണെങ്കിൽ ബൽറാം ഏട്ടൻ, അതേപോലെ ശ്രീകണ്ഠേട്ടൻ, വിഷ്ണുവേട്ടൻ, അതേമാതിരി ഒത്തിരി പേര് വന്നിട്ട് OJ ജനീഷ് അടക്കം ഇപ്പോൾ ഈ ഇലക്ഷൻ എല്ലാവരും, പിന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. LDF-ലാണെങ്കിൽ മറ്റേ മൂസിനുണ്ട്, ജോൺ ബുട്ടാസേട്ടുണ്ട്, അതേപോലെ MP രാജേഷ് ഉണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. BJP എല്ലാവരും ഇപ്പോൾ ഇലക്ഷൻ MLA സ്ഥാനത്ത് നിന്ന മനു സാറുണ്ടായിരുന്നു, അഡ്വക്കേറ്റ്, പുള്ളിക്കാരൻ നമ്മൾ ചേരുന്നുണ്ട്. ഒത്തിരി പിന്നെ കസ്റ്റമറുണ്ട് കേട്ടോ, നമുക്ക് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, കസ്റ്റമർ സാധാരണക്കാരും. അവരിന്നാണ് നമ്മുടെ പ്രസിദ്ധമായത് ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ വന്ന് ഈ ഡ്രസ്സുകൾ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം. അതെ അതെ. പിന്നെ മീഡിയയിൽ നിങ്ങളുടെ സീനിയറായിട്ടുള്ള മാതൃഭൂമിയിലത്തെ എന്താണ് ഉണ്ണിയേട്ടൻ, പിന്നെ ഒരാളുകൂടി ഉണ്ടായിരുന്നു, ജോൺ ബ്രിട്ടസ് ഒക്കെ ഇവിടെ വന്നിട്ട് തന്നെ എടുത്തു. അതെ അതെ അതെ. അങ്ങനെ ഞാനിങ്ങനെ ചില ആളുകളോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, രാഷ്ട്രീയക്കാരിൽ തന്നെ മുതിർന്ന നേതാക്കളും ഇവിടെ വന്നിട്ട് ഈ ഡ്രസ്സ് തയ്പ്പിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ഉൾപ്പെടെ ഷർട്ട് തയ്ച്ചു കൊടുത്തു. നേരത്തെ ചെയ്തു കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നാണോ അതോ? അല്ല, നമ്മൾ പോയി മെഷർമെൻ്റ് എടുത്ത് ചെയ്തു കൊടുത്താണ്. അത് നമ്മുടെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട്, പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ, അങ്ങനെ ചെയ്തെടുത്താണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങോട്ട് തേടി വരുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി, അതിൽ തന്നെ പല ആൾക്കാർ ഇപ്പോൾ മന്ത്രിമാരായി, ഇപ്പോൾ OJ ജനീഷ് ആയിക്കോട്ടെ, PC വിശ്വനാഥ് ആയിക്കോട്ടെ, അല്ലേ? അല്ലേട്ടൻ എല്ലാവരും കുമാറൊക്കെ വന്നിട്ട് വരാറുണ്ട് ഇവിടെ, എല്ലാവരും വരാറുണ്ട്. എന്നാൽ ഈ പ്രത്യേകതയായിട്ട് അവർ പറയുന്നത് എന്താ? നമ്മുടെ ഒരു സ്റ്റിച്ചിങ് ഒരു ചൈനീസ് നെക്കിൻ്റെ ഒരു പാറ്റേണിലാണ് എല്ലാവരും ഇപ്പോൾ ഇത്തിരി ഓടി എത്തിയത്, എല്ലാവരും നമ്മുടെ അടുത്ത് എത്തിയത്. ആ ഒരു ചൈനീസ് നെക്കിൻ്റെ ഒരു ഇതിൽ നമ്മളെത്തി എത്തിപ്പെട്ടത്. ചൈനീസ് കോളർ, ചൈനീസ് നെക്ക്, അതെ. ഈ ഒരു കോളറിൽ ചൈനീസ് നെക്കിൻ്റെ ഒരു അതിൻ്റെ ഒരു ഷർട്ട് എടുത്ത് കാണിച്ചു തരാനായിട്ട്. ഇപ്പോൾ മന്ത്രിമാർ തന്നെ പലരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വില കുറച്ച് കൂടുതലായിരിക്കും അല്ലേ? റേറ്റ് വളരെ കുറവാണ്, കുറഞ്ഞ റേറ്റിൽ എല്ലാവരും ചെയ്യാറുള്ളൂ. ലിനനിൽ ചെയ്യുമ്പോൾ വില കൂടില്ലേ? ലിനനിൽ അധികം ചെയ്യാറില്ല, അങ്ങനെ ഒരു കുറഞ്ഞ റേറ്റിലാണ് ഇതെല്ലാം ചെയ്യുക. ഒരു മീറ്റർ നമുക്കൊരു ഷർട്ട് സ്റ്റിച്ച് മേത്തിടുമ്പോൾ 1200 ആ റേഞ്ചിൽ ഒതുങ്ങുന്ന തരത്തിൽ നമ്മൾ ചെയ്യാറുള്ളൂ. ഷാഫി പറമ്പിലൊക്കെ ഈ റേറ്റിലുള്ള എല്ലാവരും ഈ റേറ്റിൽ കുറഞ്ഞ റേറ്റ്, ഇവർക്ക് അതിൻ്റെ എന്താ വെച്ചാൽ അത്രയും കൂടിയതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ യുവ നേതാക്കളെ എല്ലാം കതിർന്ന് മാറ്റിക്കൊണ്ടുവന്നതിൽ ഒരു പങ്ക് മുത്തുവിനുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഇവിടേക്ക് വന്നിട്ട് ഈ കളർ പ്രിന്റും ഷർട്ടൊക്കെ അവർ ഇങ്ങനെ ഇവിടുന്ന് തയ്പ്പിച്ചു കൊണ്ടേ ധരിക്കാൻ തുടങ്ങിയാണല്ലേ? അതിന് അപ്പോൾ ഒരു മാറ്റം. നേരത്തെ ഫുൾ എല്ലാവരും വൈറ്റ് ആയിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും അങ്ങനെ മാറി കളറിലേക്കും പ്രിന്റിലേക്കും അങ്ങനെ മൊത്തം എല്ലാവരും എത്തിപ്പെട്ടു. നമ്മളവർക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കൊടുക്കാറാണ്, ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. പിന്നെ എല്ലാവരും അതിനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ അതിന് ചേർന്നു, അങ്ങനെ പോയി, അതുണ്ടായത്. ഇവിടെ ഒരു വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മുത്തുവിൻ്റെ ഡയറി എടുത്ത് നോക്കിയാൽ ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കളുടെയും കറക്റ്റായിട്ടുള്ള അളവ് ഉണ്ടാവും അല്ലേ? അതെടുത്ത് വെച്ച് പിന്നെ അവർക്ക് അളവ് ഉണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ചിലപ്പോൾ അവരുടേതായ ഒരു എന്താണ് ഫിറ്റിങ്ങിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത് അത് ചേഞ്ച് ചെയ്യാറുള്ളൂ. എല്ലാവരുടെയും മെഷർമെൻ്റ് ഉണ്ട് ഇവിടെ. മുത്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ആ ഒരു ക്രിയേറ്റിവിറ്റി ഇൻബോണായിട്ട് ലഭിച്ച ഒരാളാണ് മുത്തു എന്ന് പറയുന്നത്. ആ ഒരു ക്രിയേറ്റിവിറ്റി വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തും എന്നുള്ളതല്ല, നിങ്ങൾക്ക് അടിച്ച ആളുകളുടെ, ഇപ്പോൾ മുത്തു പറഞ്ഞ ഒരുപാട് ആളുകളുടെ അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിന്, ഒരു മനുഷ്യനെ ഒരു വേറിട്ടതാക്കുന്നത് അയാളുടെ ഡ്രസ്സിങ് സ്റ്റൈലാണ്.
അതിന് കൃത്യമായിട്ട് ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്ന ഒരാളാണ് മുത്തു. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല, ആ ക്രിയേറ്റിവിറ്റി സ്നേഹത്തോടു കൂടി എങ്ങനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുത്തു ഉള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു അഭിമാനമാണ് ലിബർട്ടി എന്ന് പറയുന്നത് പോങ്ങല്ലൂർ. കാരണം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും, അത് ജാതി മത രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് എല്ലാ ആളുകളും ഇതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു സന്തോഷം നൽകുന്നു. ഇല്ല, അതന്നെ ഈ പറഞ്ഞ തന്നെ നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ ഓങ്ങല്ലൂർക്കാർക്ക് മാത്രമല്ല, മൊത്തം കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ ചോദിക്കുന്ന ഒരിതാണ് ഇത് ലിബർട്ടി എന്നുള്ള. ഇതിപ്പോൾ നമ്മൾ തിരൂർക്ക് പോയി ഒരാവശ്യങ്ങൾക്ക് പോയപ്പോൾ നമ്മൾ എംബ്ലോ കാണുന്നു, അപ്പോൾ ഇത് ലിബർട്ടി അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തം കേരളത്തിൽ എല്ലാവരും അറിയപ്പെട്ട് എല്ലാ ജില്ലകളിൽ നിന്നുള്ള MLA-മാരും MP-മാരൊക്കെ വന്ന് ഇവിടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ അടിക്കാറുള്ളത്. ഏതായാലും ഈ രാഷ്ട്രീയക്കാരുടെ ഒരു ഇഷ്ട കേന്ദ്രമായി വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ അവരുടെ ഇഷ്ട കേന്ദ്രം എന്ന് പറയുന്നത് ഓങ്ങല്ലൂരാണ്. ആ ഓങ്ങല്ലൂരിലേക്ക് വന്നവർ നേരെ മുത്തുവിൻ്റെ കടയിലേക്ക് വരും. മുത്തുവിൻ്റെ കടയിലേക്ക് വന്നാൽ പിന്നീട് എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആ മെഷർമെൻറ്റിൽ തന്നെ നടക്കുമെന്നുള്ളതാണ് അവരുടെയും ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ തന്നെയാണ് പല രാഷ്ട്രീയ നേതാക്കളും മുത്തുവിനെ തേടി ഓങ്ങല്ലൂരിലേക്ക് വരുന്നത്. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.